ഹായ്, IBSന്റെ മറ്റൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. മറ്റൊന്നല്ല, SBI POയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷനാണ്. കാരണം കഴിഞ്ഞ മാസമാണ് കഴിഞ്ഞ പരീക്ഷ റിസൾട്ട് വന്നത്. അപ്പോൾ ആരും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് SBI വീണ്ടും ഒരു PO ലെവൽ പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 541 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിന് ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ നോക്കാം. ആപ്ലിക്കേഷൻ ഡേറ്റ് 2025 ജൂൺ 24 തുടങ്ങി 2025 ജൂലൈ 14 അവസാനിക്കും. ഇതേ ഡേറ്റ് തന്നെയാണ് ഓൺലൈനായിട്ട് ഫീസ് പേയ്മെന്റ് ചെയ്യേണ്ട ഡേറ്റ്. പിന്നീട് നമുക്ക് നോക്കി, ഫേസ് 1 അല്ലെങ്കിൽ ഓൺലൈൻ പ്രിലിംസ് എക്സാമിനേഷൻ നടക്കുന്നത് ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റിലായിരിക്കും. ജൂലൈ അവസാനം അല്ലെങ്കിൽ ഓഗസ്റ്റ് ആദ്യമായിരിക്കും എന്നാണ് ഈ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഫേസ് 2 എക്സാമിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ മെയിൻസ് എക്സാമിനേഷൻ നടക്കുന്നത് സെപ്റ്റംബറിലാണ്. ഫേസ് 3 സൈക്കോമെട്രിക് ടെസ്റ്റും പിന്നെ ഇന്റർവ്യൂ ഗ്രൂപ്പ് ഡിസ്കഷനും നടക്കുന്നത് ഒക്ടോബർ നവംബർ മാസത്തിലായിരിക്കും. റിസൾട്ട് വരുന്നത് ഡിക്ലറേഷൻ ഓഫ് ഫൈനൽ റിസൾട്ട് നവംബർ ഡിസംബർ ആണ്. ഈ ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര പെട്ടെന്ന് നടക്കാൻ പോകുന്ന റിക്രൂട്ട്മെന്റ് ആണ്. ജൂലൈ ഓഗസ്റ്റ് മാസം നമ്മുടെ പ്രിലിംസ് കഴിയുന്നു, സെപ്റ്റംബർ മാസം നമ്മുടെ മെയിൻസ് കഴിയുന്നു, ഒക്ടോബർ നവംബർ മാസം നമ്മുടെ ഇന്റർവ്യൂ കഴിയുന്നു, കൃത്യം നവംബർ ഡിസംബറിൽ തന്നെ നമ്മുടെ റിസൾട്ട് വരും. അപ്പോൾ ഇത്ര അസർട്ടീവായിട്ടൊരു ഡേറ്റ് സ്ട്രക്ചർ, ഒരു ടൈം ലൈൻ നമുക്ക് ബാങ്ക് നമ്മുടെ മുന്നിലേക്ക് പറയുകയാണ്. അപ്പോൾ ബാങ്ക് എക്സാംസിൻ്റെ ഏറ്റവും വലിയ ചാം തന്നെ എന്താണ്, കൃത്യമായിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ആ ഒരു ടൈം ലൈൻ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമുക്ക് എത്ര വേക്കൻസീസ് ഉണ്ടെന്ന് നോക്കാം. ടോട്ടൽ 541 വേക്കൻസീസ് ആണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. SC കാറ്റഗറിക്ക് 80, ST 73, OBC 135, EWS അല്ലെങ്കിൽ എക്കണോമിക് വീക്കർ സെക്ഷന് വേണ്ടി 50, അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 203, ടോട്ടൽ 541 വേക്കൻസീസ് ആണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ആദ്യം നോക്കേണ്ടത് നമ്മൾ ഏജ് ലിമിറ്റ് ആണ്. 2005 ഏപ്രിൽ 1 കണക്കാക്കുമ്പോൾ എന്താണ്, 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നോട്ട് ബിലോ 21 ഇയേഴ്സ് ആൻഡ് നോട്ട് അബൌട്ട് 30 ഇയേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. 21 വയസ്സ് മുതൽ 30 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ഏജ് റിലാക്സേഷൻ വന്നേക്കുന്നത് OBCക്ക് 3 വർഷവും SC STക്ക് 5 വർഷവും പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റിക്ക് 10 വർഷവും. അവിടെയും ഒരു എന്താണ് എക്സ്ട്രാ പറയുന്നത് എന്താണ്, PWBD കാൻഡിഡേറ്റ്സിൽ OBC ഉണ്ടെങ്കിൽ അവർക്ക് ഒരു എക്സ്ട്രാ 3 വർഷം 13 വർഷം റിലാക്സേഷൻ കിട്ടും. PWD SC ST ആണെന്നുണ്ടെങ്കിൽ 15 വർഷം റിലാക്സേഷൻ കിട്ടും. എക്സ് സർവീസ്മാൻമാരുടെ റിലാക്സേഷനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് പോകാം. ആദ്യം പ്രിലിംസ് എക്സാമിനേഷൻ. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ചോദ്യങ്ങൾ, ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിന് 30 ചോദ്യങ്ങൾ, റീസണിംഗ് എബിലിറ്റിക്ക് 30 ചോദ്യങ്ങൾ, ടോട്ടൽ 100 ചോദ്യങ്ങൾ, 100 മാർക്ക്. ഓരോ എക്സാമിനും ഓരോ കാറ്റഗറിക്കും എന്താണ് 20 മിനിറ്റ് വീതം, ഓരോ സെഷനിലായിട്ട് 20 മിനിറ്റ് സെഷണൽ ടൈമാണ് വന്നേക്കുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്, നമുക്കിവിടെ സെഷണൽ കട്ട് ഓഫ് ഇല്ല. ഈ പ്രിലിംസിന് നമുക്ക് എന്താണ് അഗ്രിഗേറ്റ്സ് ആണ് നമ്മൾ പരിശോധിക്കുന്നത്. ടോട്ടൽ അഗ്രിഗേറ്റ് ആണ് നമ്മൾ എടുക്കുന്ന, സെഷണൽ കട്ട് ഓഫ് ഇല്ല എന്ന് പറയുന്നത്. അടുത്തത് ഫേസ് 2 മെയിൻസ് എക്സാമിനേഷൻ. സബ്ജക്ട് നോക്കാം, റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 40 ചോദ്യങ്ങൾ, 60 മാർക്ക്, 50 മിനിറ്റ്. ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ 30 ചോദ്യങ്ങൾ, 60 മാർക്ക്, 45 മിനിറ്റ്. ജനറൽ അവയർനെസ്, എക്കോണമി, ബാങ്കിങ് നോളജ് 60 ചോദ്യങ്ങൾ, 60 മാർക്ക്, 45 മിനിറ്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ചോദ്യങ്ങൾ, 20 മാർക്ക്, 40 മിനിറ്റ്. ടോട്ടൽ 170 ചോദ്യങ്ങൾ, 200 മാർക്ക്, 3 മണിക്കൂറാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് പരീക്ഷ. ഇവിടെ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ കൂടെ ഉണ്ട്. അതിലെന്താണ്, നമുക്ക് ഇമെയിൽസ്, റിപ്പോർട്ട്, സിറ്റുവേഷൻ അനാലിസിസ് ആൻഡ് പ്രിസൈസ് റൈറ്റിംഗ്, അത് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആണ്. ഈ വരുന്ന ടോപ്പിക്ക് ഇമെയിൽസ്, റിപ്പോർട്ട്, സിറ്റുവേഷൻ അനാലിസിസ് ആൻഡ് പ്രിസൈസ് റൈറ്റിംഗ്. 3 ചോദ്യങ്ങളാണ്. 50 മാർക്കിനാണ് നമുക്ക് മാക്സിമം മാർക്ക് പറഞ്ഞേക്കിട്ടുള്ളത്. 30 മിനിറ്റ് ആണ് ഈ ഡിസ്ക്രിപ്റ്റീവ് പോർഷന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത ടൈം. ഇപ്പോൾ ടോട്ടൽ നമ്മുടെ ഈ മെയിൻസ് എക്സാമിനേഷൻ നടക്കുന്നത് 250 മാർക്കിന്. ഓക്കെ, നമുക്ക് പ്രിലിംസ് എക്സാമിനേഷൻ സെഷണൽ കട്ട് ഓഫ് ഇല്ലെങ്കിൽ തന്നെ മെയിൻസിന് സെഷണൽ കട്ട് ഓഫ് ഉണ്ടാവും. നമ്മുടെ വേക്കൻസീസ് അനുസരിച്ചായിരിക്കും സ്പെഷ്യൽ കട്ട് ഓഫ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ടോട്ടൽ കട്ട് ഓഫും ഉണ്ട്. പിന്നെന്താണ്, നമുക്ക് നെഗറ്റീവ് മാർക്ക് സിസ്റ്റവും നമ്മുടെ ഈ പരീക്ഷകൾക്കുണ്ട്. ഫേസ് 3 സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ട്, ഗ്രൂപ്പ് എക്സസൈസ് ഉണ്ട്, പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ട്. ഗ്രൂപ്പ് എക്സസൈസിന്റെ മാക്സിമം മാർക്ക് 20, ഇന്റർവ്യൂവിന്റെ മാക്സിമം മാർക്ക് 30. ടോട്ടൽ 50 മാർക്കാണ് ഫേസ് 3യുടെ മാർക്കായിട്ട് വരുന്നത്, ടോട്ടൽ മാർക്കായിട്ട് വരുന്നത്. നമ്മൾ ഈ മാർക്ക് കണക്ക് കൂട്ടുന്നത് മെയിൻസ് എക്സാമിനേഷൻ്റെ ടോട്ടൽ മാർക്ക് 280 ആണ്, ഗ്രൂപ്പ് എക്സസൈസിന്റെ മാർക്ക് 50 ആണ്. ടോട്ടൽ ഇപ്പോൾ ഗ്രാൻഡ് ടോട്ടൽ നമ്മൾ 300 കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തു, 280 നമ്മൾ 75 കൺവേർട്ട് ചെയ്യുന്നു, 50 25 കൺവേർട്ട് ചെയ്യുന്നു. ടോട്ടൽ ഇപ്പോൾ 100 മാർക്കിൽ എത്ര മാർക്ക് എന്നുള്ളതായിരിക്കും നമ്മൾ എന്താണ് ആ ലിസ്റ്റിൽ വരുമ്പോൾ നമ്മൾ മാർക്ക് അനൗൺസ് ചെയ്യുന്ന അങ്ങനെയായിരിക്കും, 100ൽ എത്രയെന്നാണ്. അടുത്ത നമ്പർ ഓഫ് ചാൻസസ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് അൺറിസർവ്ഡ് കാറ്റഗറിക്ക്, അതിൽ എക്കണോമിക് വീക്കർ സെക്ഷൻ എന്താണ് മാക്സിമം 4 ചാൻസേ പറ്റുള്ളൂ. അത് പ്രിലിംസ് എക്സാമിനേഷൻ എത്ര വേണമെങ്കിലും എഴുതാം, മെയിൻസിന് 4 ചാൻസേ പറ്റുള്ളൂ എന്നാണ്. SBI POയുടെ മെയിൻസ് 4 ചാൻസേ പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടെ PWBD
അതുപോലെ പിന്നെ അൺറിസർവ്ഡ് PWBD, EWS അതിൽ PWBD, OBC PWBD കാൻഡിഡേറ്റ്സിനെല്ലാം 7 ചാൻസ് ഉണ്ട്. അതുപോലെ SC ST അതിൽ PWD കാൻഡിഡേറ്റ്സിനെല്ലാം എന്താണ് റെസ്ട്രിക്ഷൻസ് ഇല്ല, എത്ര വേണമെങ്കിലും മെയിൻസ് അറ്റംപ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രിലിംസ് എത്ര വേണമെങ്കിലും എഴുതാം, പക്ഷേ മെയിൻസ് നമുക്ക് എന്താണ് ഈ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് എന്താണ് 4 പ്രാവശ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. OBC PWD കാൻഡിഡേറ്റ്സിനൊക്കെ എന്താണ് 7 പ്രാവശ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. SC STക്ക് എന്താണ് റെസ്ട്രിക്ഷൻ ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. എക്സാമിനേഷൻ സെൻറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ പ്രിലിംസ് എക്സാമിനേഷൻ സെൻറ്റർ വന്നത് ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം. അപ്പോൾ എല്ലാവർക്കും അക്സസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റേഴ്സാണ്. മെയിൻസ് എക്സാമിനേഷന് 3 സെൻറ്ററേ ഉള്ളൂ, 3 സ്ഥലങ്ങളേ ഉള്ളൂ, എറണാകുളം, തിരുവനന്തപുരം, തൃശ്ശൂർ. പിന്നെ നമ്മൾ നോക്കേണ്ട ആപ്ലിക്കേഷൻ ഫീസാണ്. അൺറിസർവ്ഡ് കാറ്റഗറിക്കും EWSനും OBCക്കൊക്കെ 780 രൂപയാണ്. എന്താണ് SC STക്കും PWDക്കും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇതാണ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്കായ SBIയിലേക്ക് PO പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. എല്ലാ ഡിഗ്രിക്കാരും, ഈ ഏജ് കാറ്റഗറിയിൽ വരുന്ന എല്ലാ ഡിഗ്രിക്കാരും ഈ അവസരം പ്രയോജനപ്പെടുത്തുക. SBI IBPS പരീക്ഷകൾക്ക് വേണ്ടി, PO പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ഇൻറ്റൻസീവ് കോച്ചിങ് ക്ലാസ്സുകൾ IBSൽ ആരംഭിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളും ഭാഗമാകൂ, വിജയം ഉറപ്പിക്കും.